ഞാൻ വരാറില്ല. ഇത് അവിടെ നിന്നുള്ള അത്യാവശ്യം ഞാൻ ഇതൊരു 2 മാസം പോയി വന്നാണ് ഇവിടെ. കാറിനൊരു വണ്ടി 2 മാസം മുമ്പ് അതിന്റെ പേപ്പർ റെഡിയാക്കി വന്നതാണ്. ഈ അപകടം നടന്നതിന് ശേഷം ഈ രക്ഷാപ്രവർത്തനങ്ങൾ വേഗത്തിലായിരുന്നു? കുഴപ്പമില്ല. കാരണം എന്ന് പറഞ്ഞാൽ ആൾക്കാർ ഫസ്റ്റ് ടൈമിങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളറിയില്ല മനുഷ്യന്മാരല്ലേ സാധാരണക്കാരെ അവർ പേടിച്ചു പോയി. എന്തെന്നാ വെച്ചാൽ ശബ്ദം കേൾക്കുന്നത്. കാരണം അത്തരം തിരക്കാണുള്ളത് ഇവിടെ. കാരണം ആൾക്കാർക്ക് ഓടി രക്ഷപ്പെടില്ല. അതിനിടക്ക് വേറെ എവിടെയും പൊട്ടു എന്നുള്ള പേടി ആൾക്കാർക്ക്. കാരണം ഓടി രക്ഷപ്പെടാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഈ ഒരു ചെറിയൊരു ഇതുണ്ട്. പിന്നെ പോലീസുകാരെല്ലാം വന്ന് പിന്നെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ അപ്പോൾ എന്താ പറയുക, അനീഷ് നാട്ടിൽ പയ്യോളി. ഈ അപകടം നടന്ന സമയത്ത് നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നോ? എൻ്റെ ഒരു 100 മീറ്റർ ബേക്കിലാണ് നടക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ അവിടെ ചെറിയ ലോക്കൽസ് മീഡിയസിലുണ്ട്. ഇത് തിരക്കുള്ള സമയമല്ലേ, മാർക്കറ്റല്ലേ. അവർ നമ്മുടെ SIR പറ്റിയും പിന്നെ ഇലക്ഷനെ പറ്റിയും പിന്നെ രാഹുൽ ഗാന്ധിന്റെ ഇതില്ലേ എന്നാ വോട്ട് ചോദിനെ പറ്റി ഇങ്ങനെ ചോദിക്കുന്ന ഓരോരുത്തരായിട്ട്. അന്നേരമാണ് നമ്മളും അവിടെ പോയി അത്യാവശ്യം ഹിന്ദി സംസാരിക്കും. അതുകൊണ്ട് ഞാൻ അവിടെ പോയി എന്നോട് ചോദിച്ചാൽ എങ്ങനെ ഞാൻ പറഞ്ഞ നല്ല കാര്യമാണ്. പിന്നെ അവരെ വോട്ട് ചോദ്യം അതിനെ പറ്റില്ല പറയാം. അവർ തെളിവ് ഇല്ലാത്ത കാര്യങ്ങളല്ല പറയുന്നത്. അന്നേരം പിന്നെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ് ശബ്ദം കേൾക്കുന്നത് പറയുന്നത്. തിരിഞ്ഞു നോക്കുന്നതിടയ്ക്ക് നമ്മളൊരു തീകോളെന്നാണ് പൊന്തി കാണുന്നത്. പിന്നെ കുറേ സമയത്തേക്ക് നമുക്ക് എന്നറിയാം മൊത്തം ഒരു ഇതായി പോയി. പിന്നെ കുറച്ച് നേരം അവിടെ പോയി നിന്ന് പിന്നെയാണ് ഇങ്ങോട്ട് വരുന്നത്. നാട്ടിൽ പയ്യോളി വടകര. ഒറ്റക്കാണ് വന്നത്. കാരണം ഞാൻ ഒരു വണ്ടി എടുത്തിട്ടുണ്ട് ഇവിടുന്ന്. അതിന്റെ ഒരു NOC ഇല്ലേ, അതിന്റെ പേപ്പർ റെഡിയാക്കാൻ വന്നാണ്. എത്ര മണിയോട് കൂടി? 6:30-7 മണിയുടെ ഇടക്ക്. ഇത് കറക്റ്റ് പറയണമെങ്കിൽ ഞാൻ വീട്ടിൽ വിളിച്ച സമയം നോക്കി അറിയാൻ പറ്റും. കാരണം സമയത്താണ് ഞാൻ വീട്ടിൽ വിളിച്ചത്. കാരണം ഈ സംഭവം നാട്ടിലെല്ലാവരും ആശങ്കയായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇത് സംഭവം നടന്ന പറഞ്ഞ വീട്ടിൽ വിളിച്ച് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ഇവിടെ ന്യൂസിൽ വന്നാൽ എങ്ങനെ ടെൻഷൻ അടിക്കണ്ട. കാരണം വിളിച്ച് കിട്ടിയില്ല അവർ ബുദ്ധിമുട്ടാവല്ലോ. ഒറ്റക്കാണല്ലോ. അതുകൊണ്ടാണ് വൃത്തിയായിട്ട്. കാരണം വിളിച്ച് കിട്ടിയില്ലെങ്കിൽ അവർ വലിയ തിരക്കുണ്ടായിരുന്നു തോന്നുന്നു. തിരക്കുള്ള അതാണ് നല്ല തിരക്കുള്ള. ഞാൻ പറഞ്ഞല്ലോ അതിനൊരു 5 മിനിറ്റ് മുമ്പാണ് അവിടെ ഞാൻ അങ്ങോട്ട് പോയത്. അധികം സമയമായിട്ടില്ല. അസമയം ഞാൻ അങ്ങോട്ട് പോയത്. അത് പഠിച്ചവന്റെ ഭാഗ്യം എന്തെന്നാ അറിയില്ല. അതുകൊണ്ട് അവിടെ പോയിട്ട് അല്ലെങ്കിൽ അവിടെ നിന്നാണ് നമുക്ക് ചിലപ്പോൾ അതിനുള്ളിൽ ഒരാൾ നമ്മളാവും, പറയാൻ പറ്റില്ല. സമയത്ത് ഉടനെ തന്നെ മറ്റു ഉദ്യോഗസ്ഥരും അവർ സൗണ്ട് കേട്ടാൽ അങ്ങ് ദൂരെ വായിക്കുന്ന ആൾക്കാരെല്ലാം വരും. കാരണം നമ്മൾ കുറച്ച് അവിടെ അല്ലേ, വലിയ തിരക്കുള്ള ഏരിയയും കൂടി. അതല്ല ഞാൻ പറഞ്ഞു നല്ല തിരക്കുള്ള ഏരിയ ആണ്. നടക്കാൻ തന്നെ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഏരിയകളാണ് ഇവിടെ. പിന്നെ മാർക്കറ്റാണ്, നമ്മളെ വയ്യോര കച്ചവടവും പിന്നെ അങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ടല്ലോ ഇവിടെ. ഞാൻ ആ സാധനം വാങ്ങാനാണ് വന്നത് മേനി. പക്ഷേ എന്താ പറയുക തിരിച്ച് അങ്ങോട്ട് പോയി. ഇവിടെ കുറെ കൂടി നിന്നാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ അതിനകത്ത് വീട് വരും. നമ്മൾ കുറച്ച് അങ്ങോട്ട് പോകാനെ കൊണ്ട് ഈ മീഡിയക്കാരോട് സംസാരിച്ച്. അനീഷ്, വടകര, പയ്യോളി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.